ജലോത്സവ കാലത്തിന് തുടക്കം കുറിച്ച് ചമ്പക്കുളം മൂലം വള്ളം കളി നാളെ നടക്കും. പമ്പയാറ്റിൽ നടക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങൾക്കൊപ്പം 6 ചുണ്ടന്മാരും മത്സരിക്കും. മന്ത്രി പി പ്രസാദാണ് ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. ജലോത്സവ പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു വള്ളംകളി കാലത്തിന് തുടക്കമാവുകയാണ്. പമ്പയാറിന്റെ കൈവഴിയായ ചമ്പക്കുളത്താറ്റിൽ ഇത്തവണ ചമ്പക്കുളം, നടുഭാഗം, ആയാപറമ്പ് പാണ്ടി, സെന്റ് ജോർജ്, വലിയ ദിവാൻജി, ചെറുതന എന്നീ 6 ചുണ്ടന്മാർക്കൊപ്പം 2 വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങൾ എന്നിവ ഉൾപ്പെടെ 8 വള്ളങ്ങളാണ് മത്സരിക്കുക. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 22-ാം തീയതി ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കുട്ടനാട്ടിലെ CBLലൊക്കെ ഉൾപ്പെട്ടു വരുന്ന 6 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CBLനും നെഹ്റു ട്രോഫിക്കും മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ചമ്പക്കുളത്താറ്റിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ വള്ളംകളികളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ മത്സര പോരാട്ടം എന്ന് പറയുന്നത്. 3 ഹീറ്റ്സുകളിലായാണ് മത്സരം. മന്ത്രി പി പ്രസാദാണ് ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 3 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും. 400ഓളം വർഷം പഴക്കമുള്ള ജലമേളയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചെമ്പകശ്ശേരി രാജാവ് നടത്തിയ ജലയാത്രയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ വള്ളംകളി. ന്യൂസ് 18 ആലപ്പുഴ.